നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സമാധാനത്തിലുള്ള US-ഇറാൻ നിർണായക കൂടിക്കാഴ്ച ഇസ്ലാമാബാദിൽ തുടരുകയാണ്. ഹോർമൂസിൽ സമവായമായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ US സമാധാന ചർച്ചകൾ അതുകൊണ്ട് തന്നെ തുടരും. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശുഭസൂചനകളുണ്ടോ എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഇതുവരെയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നും ഔദ്യോഗിക വിശദീകരണമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ചൂട് കൂടുകയാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയുമൊക്കെ ചൂട് കൂടും. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നവർ അത്തരത്തിലുള്ള ജാഗ്രതകളൊക്കെ കരുതണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങളിലേക്ക് പാർട്ടി നേതൃത്വങ്ങൾ കടക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. എല്ലാ വാർത്തകളിലേക്കും വരാം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൂട്ടിക്കിഴിക്കലുകളിൽ പ്രതീക്ഷയുമായി ഇടതുമുന്നണി. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകൾ വിലയിരുത്തും. 80-ലധികം സീറ്റുകൾ നേടി ഭരണ തുടർച്ചയെന്ന് വിലയിരുത്തി CPM നേതൃത്വം. പശ്ചിമേഷ്യൻ സമാധാനത്തിനുള്ള US-ഇറാൻ നിർണായക കൂടിക്കാഴ്ച ഇസ്ലാമാബാദിൽ 2ാം ദിവസം. ഹോർമൂസിൽ തട്ടി രാത്രി വൈകിയും ചർച്ചകളെ ഗൗനിക്കുന്നില്ലെന്നും ആത്യന്തിക ജയം അമേരിക്കയ്ക്കെന്നും ട്രംപ്. US പടക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ നശിപ്പിക്കുന്നുവെന്ന വാർത്ത തള്ളി ഇറാൻ. വാഷിംഗ്ടണിൽ സമാധാന ചർച്ച നടക്കാനിരിക്കെ ലബനനിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച വിദ്യാർത്ഥി നിതിൻ രാജിന്റെ സംസ്കാരം ഇന്ന്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പോലീസ്. ജാതിയുടെയും നിറത്തിന്റെയും കുടുംബസ്ഥിതിയുടെയും പേരിൽ അധ്യാപകരിൽ നിന്നടക്കം നിതിൻ നേരിട്ടത് കടുത്ത അധിക്ഷേപമെന്ന് ആവർത്തിച്ച് കുടുംബം. സംസ്ഥാനത്ത് കനത്ത ചൂടും ഉഷ്ണതരംഗ സാധ്യതയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നും നാളെയും താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് ജാഗ്രതാ നിർദ്ദേശം. വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത. IPL-ൽ ചെന്നൈക്ക് ആദ്യ ജയം. സഞ്ജു സാംസന്റെ തകർപ്പൻ സെഞ്ചുറിയിൽ ഡൽഹിയെ തകർത്തത് 23 റൺസിന്. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ലക്നൗ ഗുജറാത്തിനെയും 2ാം മത്സരത്തിൽ മുംബൈ ബംഗളൂരുവിനെയും നേരിടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജയസാധ്യത വിലയിരുത്താൻ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 80-ലധികം സീറ്റുകൾ കിട്ടുമെന്നാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ജില്ലാ അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകൾ സെക്രട്ടേറിയറ്റ് ഇന്ന് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ചേരുന്നത് അൺഫിലിറ്റ് ഡിസൂസയാണ്. അൺഫിലിറ്റ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൾ വന്നിരുന്നു. ഇന്ന് CPM നേതൃയോഗം ചേരുകയാണ്. 80 സീറ്റ് നേടി ഒരു 3ാം ഭരണം തന്നെയാണോ CPM പ്രതീക്ഷിക്കുന്നത്? അമ്പിളി, തീർച്ചയായും ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് തീർന്നതിന് ശേഷം 3ാമത്തെ ദിവസമാണ്. ആ 3ാം ദിവസത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനം, അതായത് ജയസാധ്യത എത്രത്തോളം എന്ന് തന്നെയാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നിരുന്നു. CPI-യുടെ എക്സിക്യൂട്ടീവിലും ജയസാധ്യത തന്നെയാണ് വിലയിരുത്തിയത്. പക്ഷേ നേരിയ മാർജിനിലെങ്കിലും തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തിയത്. അതേ രീതിയിൽ തന്നെ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴും തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ അതേസമയം വലിയ രീതിയിലൊരു ഭൂരിപക്ഷത്തിലേക്കൊന്നും കണക്കുകളിലേക്കൊന്നും CPM കടക്കുന്നില്ല. നേരിയ മാർജിനല്ല, ഒരു 80-85 സീറ്റുകൾ എന്ന രീതിയിലൊക്കെ CPM-ന്റെ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ അനുസരിച്ച് ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകളുണ്ട്. ആ ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ സംസ്ഥാന തലത്തിലൊരു അവലോകനം നടത്തുക. ജയസാധ്യത എത്രത്തോളമെന്നും പലയിടത്തും അപ്രതീക്ഷിതമായ പരാജയങ്ങളും തിരിച്ചടികളൊക്കെ പലയിടത്തും ഉണ്ടാകുമെങ്കിലും മന്ത്രിമാർ ഉൾപ്പെടെ പല സിറ്റിംഗ് സീറ്റുകൾ വലിയ രീതിയിൽ നഷ്ടമാകില്ല എന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് തുടർഭരണത്തിനുള്ള സാധ്യത, ഒരു 100% തുടർഭരണത്തിന്റെ സാധ്യത തന്നെയാണ് CPM കൽപ്പിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ മാർജിനിൽ മാത്രമാവും വ്യത്യാസമുണ്ടാവുക. ഈ തെക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ, അതായത് കേരളം എന്ന് പറയുമ്പോൾ തെക്കൻ ജില്ലകൾ എല്ലാ കാലവും CPM-നൊപ്പം അടിയുറച്ച മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം, കൊല്ലം,
തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഉൾപ്പെടെയുള്ളതൊക്കെ തന്നെയും പത്തനംതിട്ടയിൽ മുഴുവൻ സീറ്റുകളും CPM-ന്റെ ഒപ്പമാണ്. അതൊന്നും തന്നെ കൈവിടില്ല. ഒരുപക്ഷെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത മധ്യ കേരളത്തിലും മലബാറിലുമൊക്കെ തന്നെയാകും. ചിലപ്പോൾ ചില സിറ്റിംഗ് സീറ്റുകളൊക്കെ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. എന്നാൽ പൊതുവെ തെക്കൻ ജില്ല കൈവിടില്ല, തെക്കൻ ജില്ല മുറുകെ പിടിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ തെക്കൻ ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫീഡ്ബാക്കിനനുസരിച്ചാണ് തുടർഭരണം ഉറപ്പാണെന്ന് വിലയിരുത്തുന്നു. പക്ഷെ അതേസമയം ഭൂരിപക്ഷത്തിൽ കുറവുകൾ ഉണ്ടാകും. മന്ത്രിമാർ ഉൾപ്പെടെ ആർക്കും തിരിച്ചടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ചില സീറ്റുകളിൽ ചില സംശയങ്ങൾ പലയിടത്ത്, ഇപ്പോൾ കോട്ടയം, ഇടുക്കിയിടത്തൊക്കെ സിറ്റിംഗ് സീറ്റുകളിൽ, അത് കോഴിക്കോടായാലും ചിലയിടത്തൊക്കെ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത്, മലപ്പുറത്തായാലും. എന്നാൽ അതേസമയം പൊതുവികാരം സംസ്ഥാനത്തെ 10 വർഷത്തെ ഭരണനേട്ടം, ആ ഭരണനേട്ടത്തിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ്. വികസന നേട്ടങ്ങൾ, പദ്ധതികൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭരണനേട്ടം വലിയ രീതിയിൽ താഴെത്തട്ടിലെത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് CPM-ന്റെ നേതൃത്വം വിലയിരുത്തുന്നത്. അതേസമയം മറിച്ചുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും അത് തികച്ചും രാഷ്ട്രീയമായ ആരോപണമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഭരണം നഷ്ടമാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇന്ന് ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ടുകൾ വിശദമായി അവലോകനം നടത്തുകയും അതനുസരിച്ച് ജയസാധ്യത വിലയിരുത്തുന്നതിനൊപ്പം തന്നെയും ഈ പ്രചാരണ സമയത്ത്, അതായത് 1 മാസത്തോളം നീണ്ടുന്ന പ്രചാരണ സമയത്ത് സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഉണ്ടായ പ്രചാരണങ്ങൾ എത്ര കണ്ട് പ്രതിരോധിക്കാൻ കഴിഞ്ഞു, ആ പ്രതിരോധിക്കുന്നിടത്തേക്ക് ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞു എന്ന രീതിയിലൊക്കെയുള്ള വിലയിരുത്തലുകൾ ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് തുടക്കം മുതൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെയായിരുന്നു നിലനിന്നിരുന്നത്. അടിയിലാരോപണം ഉൾപ്പെടെ SDPI വോട്ടുകൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വളരെ ശക്തമായി തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. അവിടെയൊക്കെ തന്നെയും വേണ്ട രീതിയിൽ അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. അത്തരം ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ തന്നെയും ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. എന്തായാലും ഇടതുമുന്നണിയിൽ, അത് CPM-ന്റെയും CPI-യുടെ പ്രധാനപ്പെട്ട 2 പാർട്ടിയുടെയും നേതൃയോഗങ്ങൾ ചേർന്ന് സർക്കാർ തുടർഭരണം ഉണ്ടാകും, 3ാം പിണറായി സർക്കാർ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെ വിലയിരുത്തുന്നു. പക്ഷെ അപ്പോഴും ഈ 2 പാർട്ടികളും വലിയ രീതിയിലുള്ള മികച്ചൊരു ഭൂരിപക്ഷത്തിൽ എന്ന രീതിയിലൊരു കണക്കിലേക്ക് പോകുന്നില്ല. അതേസമയം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. ഭരണവിരുദ്ധത എന്നത് വെറും രാഷ്ട്രീയ പ്രചാരണം മാത്രമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല സാമുദായിക വോട്ടുകളുടെ ഒഴുക്കും ഒക്കെ തന്നെ കണക്കിലെടുക്കുന്നു. കാരണം ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളൊക്കെ തന്നെയും പാർട്ടിക്ക് CPM-നൊപ്പം തന്നെയാണ്, ഭരണമുന്നണിക്ക് ഒപ്പം തന്നെയാണ് എന്ന വിലയിരുത്തലുണ്ടാകുന്നു. പ്രത്യേകിച്ച് NSS SNDP വോട്ടുകളൊന്നും തന്നെ ചോർന്നു പോവുകയില്ല, അതിൻ്റെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് CPM വിശ്വസിക്കുന്നത്. അപ്പോൾ മേഖല തിരിച്ചു നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് മുഴുവനായിട്ടല്ലെങ്കിൽ പോലും മേഖല തിരിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ NSS SNDP വോട്ടുകളൊക്കെ തന്നെയും ഭരണമുന്നണിക്ക് എത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഒപ്പം തന്നെയും ന്യൂനപക്ഷ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെയും ഇടതുമുന്നണിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന സാധ്യതകളിലേക്കൊക്കെ തന്നെയാണ് ഈ സാമുദായിക വോട്ടുകളുടെ കണക്കുകളിലൊക്കെ CPM-ന് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് വിശദമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 14 ജില്ലകളുടെയും ബൂത്ത് അടിസ്ഥാനത്തിലും ഉള്ള ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം ഒരുപക്ഷെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മാധ്യമങ്ങളെ കാണും. അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ വിശകലനം എന്തായിരുന്നു വിലയിരുത്തിയെന്ന് വിശദീകരിക്കും. അതിനുശേഷം കൃത്യമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തായിരുന്നു അവലോകനം നടത്തിയത് എന്നുള്ള വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നതാകും. അമ്പിളി. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജയസാധ്യത വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. വലിയ ഒരു ഭൂരിപക്ഷമില്ലെങ്കിലും 80-ലധികം സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകളൊക്കെ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകൾ സെക്രട്ടേറിയറ്റ് ആ രീതിയിൽ പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണം, 3ാം ഭരണവും LDF-നുണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റിൽ എത്ര സീറ്റുകൾ നേടാനാകുമെന്നുള്ള ഒരു കാര്യവും വിലയിരുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൺഫ്രഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച വിദ്യാർത്ഥി നിതിൻ രാജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ജാതിയുടെയും നിറത്തിന്റെയും കുടുംബസ്ഥിതിയുടെയും പേരിൽ അധ്യാപകരിൽ നിന്നടക്കം നിതിൻ നേരിട്ടത് കടുത്ത അധിക്ഷേപമെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ അധ്യാപകരായ ഓറൽ പത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ K. റാം, ഡോക്ടർ സംഗീത എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം ഇന്ന് കോളേജിലെത്തി കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. ക്യാമ്പസിനുള്ളിലും പുറത്തും നിതിൻ ജാതി വിവേചനം നേരിട്ടിരുന്നുവെന്ന് നിതിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നടക്കം നിതിൻ നേരിട്ടത് കടുത്ത റാഗിംഗ് ആണ്. അതേസമയം നിതിന്റെ ബന്ധുക്കളുടെ പരാതി
അടിസ്ഥാനരഹിതമെന്ന് കോളേജ് അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. യാതൊരു പരാതിയും നിധിനിൽ നിന്ന് കിട്ടിയിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനി പറഞ്ഞു. ഇനി പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്ലാമാബാദിൽ ചേരുന്ന US ഇറാൻ ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിൽ എത്തിയില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ അഭിപ്രായ ഭിന്നത തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ചർച്ച ഇന്നും തുടരും. അതേസമയം ഹോർമൂസ് നിയന്ത്രണങ്ങളോടെ തുറന്നതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയതായി US സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ US കപ്പലുകൾ പ്രവേശിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ അവകാശവാദം. സമാധാന കരാറുകളിൽ തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഒരു കരാറിൽ എത്തുന്നതും എത്താതിരിക്കുന്നതും തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലെന്നും എന്ത് തന്നെ ആയാലും അമേരിക്ക ജയിക്കുമെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഇറാന്റെ പക്കൽ ഇനിയും ആണവായുധമുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു. അതേസമയം വാഷിംഗ്ടണിൽ നാളെ സമാധാന ചർച്ച നടക്കാനിരിക്കെ ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ 4 ബഹിരാകാശ യാത്രികർക്ക് നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ ആവേശോജ്വല വരവേൽപ്പാണ് നൽകിയത്. നാസയിലെ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. സംഘത്തിലെ 4 പേരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്നും ദൗത്യം വലിയ ആശങ്കകളില്ലാതെയാണ് പൂർത്തിയായതെന്നും സ്പേസ് സെന്റർ അറിയിച്ചു. ബഹിരാകാശത്തെ വെല്ലുവിളികളേക്കാൾ ഉപരി ദിവസങ്ങളോളം കുടുംബാംഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നതായിരുന്നു യാത്രയിലെ ഏറ്റവും വലിയ പ്രയാസമെന്ന് യാത്രികർ മാധ്യമങ്ങളോട് പറഞ്ഞു. അമേരിക്കയുടെ ചാന്ദ്ര പര്യവേക്ഷണത്തിലെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഈ ദൗത്യത്തിന്റെ വിജയമെന്ന് നാസ മേധാവി ജാരഡ് ഐസക്മാൻ പറഞ്ഞു. വരും വർഷങ്ങളിൽ ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുന്ന കൂടുതൽ ഗവേഷണങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Term in our crew that we coined a long time ago, the joy train. And sounds like you saw a lot of joy up there. There was a lot of joy. We're not always on the joy train, this crew. There are many times we're not on the joy train. But we are committed to getting back on the joy train as soon as we can. And that is a useful life skill for any team trying to get something done. And the last one is, I need your help for this. Come on up here, guys. The last one is love. What you saw was a group of people who loved contributing, having meaningful contribution, and extracting joy out of that. And what we've been hearing is that was something special for you to witness. And the reason I had them form up here with me is because I would suggest to you that when you look up here, you're not looking at us. We are a mirror reflecting you. And if you like what you see, then just look a little deeper. This is you. Dude, come on. വേനൽ ചൂടിൽ വലയുകയാണ് സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ലഭിച്ചിട്ടും സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് യാതൊരു കുറവുമില്ല. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്കകം പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ പകൽ 11 മണി മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ചക്ക ട്രോളുകൾ ഗുണകരമായെന്ന് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ. മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉണ്ടായി. രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമെന്നും അഞ്ജലി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ഒക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായരാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അനുഭവങ്ങളൊക്കെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. കൂടുതലും ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. സോ അതിനൊരു സന്തോഷമുണ്ട്. ലെറ്റ്സ് സീ. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ. അതെങ്ങനെയായിരുന്നു? ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ വിജയം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിൽ 3-4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ കണ്ട ഒരാളാണ്. കൂടാതെ അവരുടെ സങ്കടങ്ങളും കണ്ട ഒരാളാണ്. കാരണം 2 പേരുടെയും ഭരണം മടുത്തു എന്ന നിലയിലായിരുന്നു നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ടോട്ടാലിറ്റി നോക്കുമ്പം തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, പള്ളുരുത്തി, ഇടക്കൊച്ചി മുതൽ ഉദയംപേരൂർ വരെയുണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. അപ്പം അത് നമുക്ക് ആ ഒരു കൗണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അങ്ങ് ആ ഒരു രീതിയിൽ തൃപ്പൂണിത്തുറ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. അപ്പോൾ അത് ജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമായിരിക്കും. അതിന് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട്. കാലത്ത് ഒരു 6 മണി മുതൽ രാത്രി ഒരു 10:30, പലപ്പോഴും 11 മണി വരെ നമ്മൾ ഫുൾ ടൈം ജനങ്ങളുടെ ഇടയിലാണ്. എവിടെയെങ്കിലുമൊക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ടും കോർണറുകളൊക്കെ ബാക്കിയാണ്. പല സ്ഥലങ്ങളിൽ പല കോളനികളൊക്കെ ബാക്കി വന്നു. കാരണം 20 ദിവസം കൊണ്ട് നമ്മളെങ്ങനെയാണ് ഇത്രയും 2 ലക്ഷം വോട്ടർമാരെടുത്ത് ഓടിച്ചില്ല എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലല്ല. പണ്ടത്തെ പോലെയല്ല, ഒട്ടും ദിവസങ്ങൾ കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും കിട്ടിയത് അത്രയും ദിവസം ഞങ്ങളെല്ലാവരും, ഞാനും എൻ്റെ പ്രവർത്തകരും, BJP-യിലുള്ളവരും 2020-യിലുള്ളവരും എല്ലാവരും മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളോ അങ്ങനെയൊക്കെ ഈ പ്രചരണ സമയത്തുണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് പ്രായഭേദമന്യേ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. മറ്റ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയാതെ, മീഡിയ കാണില്ലേന്നറിയാതെ, ആലോചിക്കാതെ അവരുടെ ഒരു മടുപ്പ്, അവർ കരഞ്ഞ് ഫ്രസ്ട്രേഷനൊക്കെ കരഞ്ഞ് എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ പള്ളുരുത്തി കച്ചേരിപ്പടി കോളനി ഭാഗത്ത് പോയപ്പോൾ കണ്ട ആ ഒരു എലി കടിക്കുന്ന ഒരു കുടുംബം, അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്ന കാഴ്ചകളല്ല. അപ്പോൾ ഏത് ആൾ ഭരിക്കാൻ വന്നാലും ഒരു 100 പേരെ സന്തോഷിച്ച് ബാക്കി 10,000-കണക്കിന് ആളുകളെ വിഷമിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആരും തൃപ്തരല്ല എന്നുള്ളത് മനസ്സിലായി. ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേരിട്ട് ആളുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നപ്പോൾ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രൊജക്റ്റ് അവിടെ വേണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് കുടിവെള്ള പ്രശ്നം മുതൽ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം മുതൽ, ഓരുവെള്ളത്തിൻ്റെ പ്രശ്നം മുതൽ, പൊതുഗ്രൗണ്ടിൻ്റെ പ്രശ്നം, അതേപോലെ പട്ടയത്തിൻ്റെ പ്രശ്നം, പെൻഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നം, ഒരുപാട് വീടുകൾ പൂർത്തീകരിച്ച് കൊടുക്കാത്തതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ തൃപ്പൂണിത്തുറയിലുണ്ട്. ഞാൻ വികസനത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ പറയണത് വികസനമില്ലെങ്കിലും കുഴപ്പമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് ഈ ഒരു അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തീരുമാനം? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ലോകത്തെമ്പാടുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഏത് പാർട്ടിയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് 4ാം ജയമാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലാത്ത പക്ഷമാണെങ്കിൽ അവരോടൊപ്പം തന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടാവും. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു കൺഫ്യൂഷൻസ് ആളുകൾക്കിടയിൽ ഈ വോട്ടിൻ്റെ സമയത്തുണ്ടായിട്ടുണ്ട്? അത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സോൾവ് ചെയ്തു തന്നു എന്നുള്ളതാണ് ഒരു സത്യം. കാരണം വെച്ചാൽ നിങ്ങളുടെ പലതരത്തിലുള്ള ന്യൂസുകൾ സ്ഥിരമായിട്ടുള്ള വന്നല്ല ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാവരിലേക്കും എൻ്റെ 2 പേരും ഞാൻ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതെനിക്ക് വോട്ടർമാരുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് കിട്ടിയ ഒരു ഉത്തരവായിരുന്നു. അഞ്ജലി PV തന്നെയാണ് അഞ്ജലി നായർ എന്നുള്ളത്. പിന്നെ ചക്ക എന്നുള്ള ചിഹ്നവും വളരെ ട്രോളിലൂടെ എല്ലാവരുടെയും മനസ്സിലാക്കി. ട്രോള് എല്ലാവർക്കും അതുകൊണ്ട് ചിഹ്നം കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ അതൊക്കെ വേറെ ഗുണകരമായി എന്നുള്ളതാണ്. അത്രത്തോളം ഞാൻ റീച്ചായി, അല്ലെങ്കിൽ എൻ്റെ ചിഹ്നം റീച്ചായി, എന്നെ അത് ഇലക്ഷന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര ബഹളമായിരുന്നു, ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം. ഇപ്പോൾ എന്ത് തോന്നുന്നു? എങ്ങനെയാണ്? ഞാനത് മിസ് ചെയ്യുന്നു. എനിക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടിയുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവരുടെയും സങ്കടം, ഞാൻ എല്ലായിടത്തും എത്തിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് വളരെയധികം മിസ് ചെയ്യുന്നു. ഇന്നലെയും ഞാൻ BJP പ്രവർത്തകരുടെ കൂടെയായിരുന്നു വൈകുന്നേര സമയങ്ങളിൽ. എൻ്റെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ബർത്ത്ഡേ അവരുടെ കൂടെയാണ്
ആഘോഷിച്ചത്. അപ്പോൾ അത്ര വലിയൊരു കണക്റ്റഡായി ഫാമിലിയായിട്ട് മാറിക്കഴിഞ്ഞു പ്രവർത്തകരെല്ലാവരും. സിനിമ പ്ലാനുകളൊക്കെ തുടങ്ങിയോ? എങ്ങനെയാണ്? ഞാൻ ഇപ്പം കഥകൾ കേട്ട് തുടങ്ങണം, കോൾസ് വന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാത്തിലും ശക്തമായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യവും ആഗ്രഹവും. പിന്നെ 4-ാം തീയതി വിജയത്തിന് ശേഷം പ്ലാൻ മാറ്റണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാവും. 2020 ഭാഗമായിട്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് അപ്പത്തെ ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ നയത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ പോവുക എന്നുള്ളതാണ്. എന്തായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അഞ്ജലി നായർ. മാത്രമല്ല കൃത്യമായിട്ട് ഈ ചുരുങ്ങിയ സമയം വിനിയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ നിന്നും AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി ഗുരുവായൂരിലേക്ക് വരികയാണെങ്കിൽ MLA ആയാൽ ഗുരുവായൂരിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്ന് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗുരുവായൂരിൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിച്ചു എന്നും വലിയ പ്രതീക്ഷയുണ്ടെന്നും ഗോപാലകൃഷ്ണൻ അമൃത വാർത്തകളോട് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തെ വൈറലാക്കിയ ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോപേട്ടാ, ഈ വൈറൽ എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. ഡാൻസ് നമ്മൾ കണ്ടു, മുണ്ടുമടക്കിയുള്ള പ്രസംഗം നമ്മൾ കണ്ടു. അത്തരത്തിൽ പല രീതിയിൽ ഉറങ്ങിക്കിടന്ന മണ്ഡലത്തിനെ ഉണർത്തിയെന്ന് വേണം പറയാൻ. അത്രത്തോളം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ശുഭപ്രതീക്ഷയാണ്. ഏത് തെരഞ്ഞെടുപ്പും നമ്മൾ പ്രതീക്ഷയോടെ വേണം നമ്മൾ നേരിടാൻ. ശുഭപ്രതീക്ഷയോടെ നേരിട്ടു. റിസൾട്ട് എന്താകും എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ അനാലിസിസ് ഉണ്ടായിരുന്നു. ആ അനാലിസിസ് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, ഒരത്ഭുതം ഉണ്ടാവും. കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു അത്ഭുതത്തിൻ്റെ കേന്ദ്രമാണ്. പൂന്താനത്തിനായാലും മേൽപ്പത്തിയൂരിനായാലും എല്ലാവർക്കും അത്ഭുതമുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഗുരുവായൂർ. രാഷ്ട്രീയ അത്ഭുതം ഗുരുവായൂരിൽ സംഭവിക്കും. ഈ വിവാദങ്ങൾക്ക് അതീതമായ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? കാരണം നിരവധി ഇത്തരത്തിലുള്ള ട്രോളുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഗോപാലകൃഷ്ണനെതിരെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ച് വലിയൊരു വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്താ സംശയം? എത്ര ട്രോൾ വരുന്നോ അത്രയും നമ്മൾ വളരും. എത്ര ട്രോൾ വരുന്നോ അത്രയും നമ്മളെ അനുകൂലിക്കുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞതൊന്നും അസത്യമല്ല, ഞാൻ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. പലരുടെയും ഉള്ളിൽ നൊന്ത് വേദനിച്ച് വിഷമിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറയാൻ ധൈര്യമില്ല. ഒരു പൊളിറ്റീഷ്യൻ സത്യസന്ധമായ കാര്യങ്ങൾ മുഖത്ത് നോക്കി വിളിച്ചു പറയണം. ഹിപ്പോക്രസി കാണിക്കുന്ന പൊളിറ്റിക്സ് എനിക്കില്ല. സത്യം സത്യമായി, യാഥാർത്ഥ്യമായി പറയും. അതിൻ്റെ പേരിൽ ഞാൻ പരാജയപ്പെട്ടാൽ പരാജയപ്പെടേണ്ടത്, അതിൻ്റെ പേരിൽ ഞാൻ വിജയിച്ചാൽ വിജയിക്കട്ടെ. പക്ഷെ പറയേണ്ട സമയത്ത് പറയണം. ഞാൻ MLA ആയാൽ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുരുവായൂരിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ സന്ദേശവും നമ്മുടെ പ്രവർത്തനവും ഒരു ജയിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ B. ഗോപാലകൃഷ്ണൻ നമ്മോട് പങ്കുവച്ചത്. ഈ ഗുരുവായൂരിൽ ഒരു മാറ്റം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഇത്തവണ എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷയ്ക്കായി കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സേനാവിന്യാസം. 2.5 ലക്ഷത്തിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ സേനാവിന്യാസമാണിത്. കേന്ദ്രസേനകളിൽ നിന്ന് മാത്രമായി 2400 കമ്പനികളാണ് നിലവിൽ ബംഗാളിൽ സുരക്ഷാ ചുമതലകളിലുള്ളത്. ഇതിനു പുറമെ അടുത്ത ആഴ്ചകളിൽ 180 കമ്പനി കേന്ദ്രസേനകളെ കൂടി നിയോഗിക്കും. 15 വർഷം നീണ്ട തൃണമൂൽ ഭരണം അവസാനിപ്പിച്ച് ബംഗാൾ പിടിക്കാൻ സർവ്വസന്നാഹവുമായാണ് BJPയുടെ പോരാട്ടം. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്ലാമാബാദിൽ ചേർന്ന US ഇറാൻ ചർച്ചകൾ പരാജയം. ഉടമ്പടിയിലെത്താതെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ല എന്ന കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് നൽകുന്നില്ലെന്നാണ് JD വാൻസ് പറയുന്നത്. സമാധാനത്തിനായി അമേരിക്ക സന്നദ്ധമാണെങ്കിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉറപ്പുകൾ ലഭിക്കേണ്ടതുണ്ടെന്ന് വാൻസ് വ്യക്തമാക്കി. എന്നാൽ വാഷിംഗ്ടൺ
വാഷിംഗ്ടൺ ഉന്നയിക്കുന്നത് നിയമവിരുദ്ധമായ ആവശ്യങ്ങളാണെന്നും ലബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെടിനിർത്തൽ നടപ്പിലാക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴൊന്നും യുദ്ധം തീരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയ സാഹചര്യത്തിൽ ഒരു ശുഭസൂചന ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് വൻ ആയുധശേഖരം പിടികൂടിയതിന് പിന്നാലെയാണ് തിരച്ചിൽ. കരസേനയും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി വനമേഖലയിലാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ വൈകിട്ട് മുതലാണ് പ്രദേശത്ത് പരിശോധന തുടരുന്നത്. വിഷുക്കാലത്തെ ഓലപ്പടക്കവും അമിട്ടുമൊക്കെ ഇനി പഴങ്കഥയാണ്. മലബാറിലെ പടക്ക വിപണിയിൽ പുതുമുഖങ്ങളായി മാജിക് റിങ്ങും ജുമാജി മൾട്ടി ഷോട്ടും മാത്രമല്ല, മൊത്തത്തിൽ പുതിയ ഫാൻസി പടക്കങ്ങളുടെ അഴിഞ്ഞാട്ടമാണ്. കോഴിക്കോട് നിന്നും എം രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് കോയ റോഡിലുള്ള INS വേൾഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വിഷുവാണ്, പടക്കത്തിൻ്റെ സമയമാണ്. എന്താണ് പുതിയ വെറൈറ്റി? ഓരോ വർഷവും ഓരോ വെറൈറ്റികൾ ഉണ്ടാവില്ല. അതെ. ഈ വർഷം ഏറ്റവും കൂടുതൽ വൈറലായ ഐറ്റാണിത്, അഴിഞ്ഞാട്ടം ഷോട്ട് എന്ന് പറയുന്നത്. അതൊരു മൾട്ടി കളർ 30 ഷോട്ടാണ്. സാധാരണ 30 ഷോട്ടിനേക്കാൾ ഒന്നുകൂടി കളേഴ്സും ഡബിൾ കളറിംഗ് ഒക്കെ വരുന്ന ഐറ്റാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഇതുപോലത്തെ ഫാൻസി ഐറ്റംസിന് തന്നെയാണ്. അതുപോലെ തന്നെ IN ബണ്ണി, പേർപ്പിൾ ഡവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ ഫാൻസി ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഈ ഫാൻസി ഐറ്റംസ് മുഴുവൻ കത്തുന്ന തരത്തിലുള്ളതാണ്? അതെ, കത്തുന്ന തന്നെയാണ്. പൊട്ടുന്ന തരത്തിലുള്ള പടക്കങ്ങളൊന്നും സ്വതവേ ആവശ്യക്കാർ കുറവാണ്. പിന്നെ അതില്ല, ഇപ്പം അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ അതിന് ആവശ്യക്കാരില്ല. ഈ പീക്കോക്ക് അങ്ങനെ പല കളറിലുണ്ട്. അതെ, അത് കഴിഞ്ഞ വർഷത്തെ വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഈ വർഷം വന്നിട്ടുണ്ട്. അതിൽ സൗണ്ട് കൂടെ വരുന്ന ടൈപ്പ് പീക്കോക്ക് വന്നിട്ടുണ്ട്. ഗോൾഡൻ കളർ പീക്കോക്ക് ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നത്. ഈ വർഷം അത് സിൽവർ കളറിൽ ക്രാക്കിൾ ചെയ്യും. പിന്നെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും ആ പീക്കോക്ക്. അതാണ്. ഈ വിലയിൽ എങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പം? കഴിഞ്ഞ സെയിം റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ കറൻ്റ്ലി പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അവർ പറയുന്നുണ്ട് ഇനി ഫെർദർ, അതായത് ഇപ്പോൾ നമ്മളെ വിഷു വരെ പ്രശ്നം ഉണ്ടാവില്ല. ദീപാവലിയാണ് നമ്മളുടെ ഈ ശിവകാശിയിലൊക്കെ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് ദീപാവലിയാണ് അവരുടെ മേജർ സീസൺ. ദീപാവലിയിലേക്ക്, അതായത് നവംബർ മാസത്തേക്ക് എന്തായാലും പ്രൈസിൽ ഹൈക്ക് ഉണ്ടാവാൻ എന്തായാലും ചാൻസ് ഉണ്ട്. നിലവിലിപ്പം വലിയ കുഴപ്പമില്ല. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു 2% വോളിയമേ നമ്മളുടെ കേരള മാർക്കറ്റിൽ, അതും വിഷു എന്ന് പറയുന്നത് മലബാർ ഭാഗത്തേക്കുള്ളതാണല്ലോ. അപ്പം വളരെ ചെറിയൊരു വോളിയമേ ഈ ഫയർവർക്സ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് ഉണ്ടാകുന്നു. ശരിക്കും യുദ്ധം നമ്മളെ ഇതിനെ ഉൾപ്പെടെ ബാധിക്കും. അതെ, അത് നമ്മൾ ഈ കോമ്പോസിഷനിൽ ഉപയോഗിക്കുന്ന ചില കെമിക്കൽസ് അധികവും പുറത്തുനിന്ന് വരുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ചില മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. അലൂമിനിയം പൗഡറിൻ്റെ വില വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ ന്യൂ ജനറേഷൻ ഏത് ടൈപ്പ് ഇങ്ങനെ ഇപ്പോൾ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നുള്ളതാണ്. അതെ. ന്യൂ ജനറേഷന് ഇത്തരത്തിൽ എന്തൊക്കെ പേരുകളാണ് ഇത്തവണ? ഈ വർഷം ഏറ്റവും കൂടുതൽ ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഐറ്റത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരുപാട് കുട്ടികൾക്കുള്ള ജോളി ബോബി, ബ്ലൂ പേൾസ്, അങ്ങനെ ഒരുപാട് ഫാൻസി ഐറ്റംസ് പുതിയത് വന്നിട്ടുണ്ട്. അതിനൊക്കെ നല്ല ആവശ്യക്കാരുണ്ട്. ഓക്കെ, എന്തായാലും വിഷുവാണ്. അപ്പം അഴിഞ്ഞാട്ടം തുടങ്ങേണ്ട ആളുകൾക്ക് അത്തരത്തിലുള്ള മുഴുവൻ വെറൈറ്റികളും കോയ റോഡിലുള്ള INSലുണ്ട്. ഒപ്പം തന്നെ വിഷു അടിപൊളിയാക്കുക. ഇപ്പൊ കണ്ട പോലെ വിഷുവിനെ കളറാക്കാൻ പടക്ക വിപണി സജീവമാണ്. കാലം മാറിയതിനനുസരിച്ച് ആകർഷകവും പുതുമ നിറഞ്ഞതുമായ ഇനങ്ങളാണ് വ്യാപാരികൾ ഓരോ സ്ഥലത്തും ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കുള്ള പടക്കങ്ങളാണ് ഇത്തവണ വിഷു വിപണി കീഴടക്കുന്നത്. വിഷു പടിവാതിക്കലെത്തിയതോടെ പടക്ക വിപണിയും സജീവമായി. കടകളിലെല്ലാം വലിയ തിരക്കാണ്. പതിവ് പോലെ വിവിധ നിറങ്ങളിലായി കത്തിക്കയറുന്ന പല വലുപ്പത്തിലുള്ള പൂത്തിരികൾ, കമ്പിത്തിരി, മത്താപ്പ്, നിലച്ചക്രം, സ്കൈ ഷോട്ട്, ഹാൻഡ് ഷോട്ട്, കളർ കോട്ടി തുടങ്ങിയവയെല്ലാം പടക്ക വിപണിയെ കളറാക്കുന്നു. കുട്ടികൾക്കായി ഒരുക്കിയ വിവിധ പടക്കങ്ങളാണ് ഇത്തവണ വിപണിയിലെ കേമൻ. ഇത്തവണ വിപണിയിൽ കുറച്ച് ഇലക്ഷൻ്റെ എല്ലാം ചെറിയ പ്രോബ്ലം കാരണം 2-3 ദിവസം ഷോപ്പ് ലീവായിരുന്നു. എന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവമെല്ലാം നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാരണം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഇത്. നമ്മളെ ഒരു ലൈറ്റ് കത്തുന്ന പോലത്തെ ഒരു വെറൈറ്റി സംഭവമാണ് സാധാരണ രീതിയിൽ വരുന്നത്. പിന്നെ അതിന് പുറമെ പിന്നെ നമ്മുടെ 5 സ്റ്റാർ എന്നൊരു സംഭവമുണ്ട്. ഈ ടൈം ഒരു 30 മിനിറ്റോളം കത്തുന്ന ടൈപ്പുള്ള ഒരു ക്രാക്ലിംഗ് പൂക്കിറ്റ് ടൈപ്പുള്ള സംഭവമാണ്. പിന്നെ അതിന് ഇപ്രാവശ്യം വെറൈറ്റി പുതിയതായിട്ട് ഇറങ്ങിയത് പിന്നെ ചക്രം, സെലിബ്രേഷൻ ചക്രം. കാരണം ഒരു ബോക്സിൽ 4 പീസാണ് ഉണ്ടാവുക. പക്ഷേ 4 ടൈപ്പായിരിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സംഭവമാണ്. തീ കൊടുത്താൽ വായുവിൽ ഉയർന്ന് കറങ്ങിപ്പൊട്ടുന്ന ഹെലികോപ്റ്ററും ഡ്രോണുമൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോകുകയാണ്.
സോൾഫി കോട്ട്, പേപ്പർ ബോംബ്, വർണ്ണവിസ്മയം തീർക്കുന്ന സ്കൈ ഷോട്ടുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. 120 ഷോട്ട്, 240 ഷോട്ട് തുടങ്ങി വൈവിധ്യമാർന്ന സ്കൈ ഷോട്ടുകൾ വിപണിയിൽ ലഭ്യമാണ്. ഗോൾഡൻ ഷോട്ട്, വലിയ കാന്താരി, സൺഫീസ്റ്റ് എന്നിവയെല്ലാം വിപണിയിലെ താരങ്ങളാണ്. ഫ്ലാഷ്, അൾട്രാ പെൻസിൽ, ഡിസ്കോ ഷവർ എന്നിവയെല്ലാം ഇത്തവണയും പടക്ക വിപണിയിലെ ഡിമാൻഡുള്ള ഐറ്റങ്ങളാണ്. പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിലക്കുറവാണെന്നും വ്യാപാരികൾ പറയുന്നു. തിരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞു, ഇനി വിഷുക്കാലമാണ്. ഇത്തവണയും വിഷു കളറാക്കാൻ തന്നെയാണ് തീരുമാനം. മയിലാട്ടവും ചോക്ലേറ്റുമൊക്കെയായി വിഷു അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. ജനശ്രദ്ധ പിടിച്ചുപറ്റി AIWCയുടെ പ്രദർശന വിൽപ്പനമേള. കോഴിക്കോടായിരുന്നു വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പരിപാടി സംഘടിപ്പിച്ചത്. വാടകയായി ലഭിക്കുന്ന തുക കിടപ്പിലായ രോഗികൾക്ക് നൽകും. കോഴിക്കോട് കല്ലായി റോഡിൽ സംഘടിപ്പിച്ച മേളയിൽ ആർട്ടിഫിഷ്യൽ ജുവലറി, ടെക്സ്റ്റൈൽസ്, കോസ്മെറ്റിക്സ്, ഹെർബൽ ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ സ്റ്റാളുകൾ എന്നിവയടക്കം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അവരിനി മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഫാൻസി ഫെസ്റ്റോടെയാണ്. സോഷ്യൽ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മെമ്പേഴ്സ് സ്പോൺസർ ചെയ്തിട്ട് ചെയ്യുന്ന 7 സ്റ്റാളുകളുണ്ട്. പാലിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞ പോലെ സക്ഷമ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു സംഘടനയാണ്. അതിനും സുമൻ, സുഹൃതം എന്ന് പറഞ്ഞ അങ്ങനെ 7 സംഘടനകൾക്ക് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. പരിപാടിയുടെ ഭാഗമായി നേത്രപരിശോധനയും നടത്തി. 100 കണക്കിന് ആളുകൾ സ്റ്റാളുകൾ സന്ദർശിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ കോഴിക്കോട് ശാഖയാണ് പരിപാടി ആസൂത്രണം ചെയ്തത്. കിടപ്പ് രോഗികളുടെ ചികിത്സയ്ക്ക് പുറമെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായും വാടക ഇനത്തിൽ ലഭിക്കുന്ന തുക വിനിയോഗിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. വെസ്റ്റ് ഹില്ലിലാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. അപകടത്തിൽ ഒരു കാറിന് മുൻവശം പൂർണ്ണമായും തകർന്നു. കോഴിക്കോട് വെണ്ണക്കാട് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുകയുമുണ്ടായി. 2.5 മണിക്കൂറാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. രാത്രി 12:30-ക്കായിരുന്നു ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പിന്നീട് കർണാടകയിൽ നിന്നെത്തിയ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ബൈക്കിലിടിച്ച് യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. കുംഭമേള താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. വ്യാജരേഖ ഉണ്ടാക്കിയതിൽ തെളിവുകൾ ശേഖരിച്ചു. കൂടുതൽ പേരെ പ്രതിയാക്കുന്നതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ മാസം 22-ന് പൂർണ്ണമായ റിപ്പോർട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷന് സമർപ്പിക്കുമെന്ന് മധ്യപ്രദേശ് പോലീസ് അറിയിച്ചു. പ്രതിസന്ധികളും സംഘർഷവും നിറഞ്ഞ സാഹചര്യത്തിലും UAE നൽകുന്ന സുരക്ഷിതത്വത്തിനും കരുതലിനും നന്ദി അറിയിക്കുകയാണ് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹം. സ്വന്തം പൗരന്മാരോടൊപ്പം പ്രവാസികളെയും ചേർത്ത് നിർത്തിയ UAE ഭരണാധികാരികൾ വലിയൊരു മാതൃകയാണ് ലോകത്തിന് മുന്നിൽ കാട്ടിയത്. സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായും സന്ദേശങ്ങളായും നിറയുകയാണ് UAE എന്ന രാജ്യത്തോടും ഭരണാധികാരികളോടുമുള്ള പ്രവാസികളുടെ സ്നേഹവും നന്ദിയുമൊക്കെ. ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളിത്തമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമണ ശ്രമങ്ങൾ നേരിട്ടത് UAE ആണ്. എന്നാൽ തികഞ്ഞ സംയമനത്തോടെ രാഷ്ട്രത്തിൻ്റെയും ഇവിടെ കഴിയുന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ UAEയുടെ ഭരണ നേതൃത്വം ബദ്ധശ്രദ്ധരായിരുന്നു. ഷോപ്പിംഗ് മാളുകളിലും പൊതുസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി സാധാരണക്കാരുമായി സംവദിച്ച് UAE പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കൾ തങ്ങൾ ഒപ്പമുണ്ട് എന്ന ധൈര്യവും കരുതലും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകി. സ്വന്തം വീടായി തന്നെ UAEയെ കാണുന്ന മലയാളികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ ആ സ്നേഹത്തിനും സുരക്ഷിതത്വത്തിനും നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ. റീലുകളായും സന്ദേശങ്ങളായും സമൂഹ മാധ്യമങ്ങളിൽ 100 കണക്കിന് നന്ദി പ്രകടനങ്ങളാണ് നിറയുന്നത്. ദുബായിലെ മൽഹാർ എന്ന സാംസ്കാരിക കൂട്ടായ്മ ഈയിടെ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം വൈറലായി മാറി. ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് UAE ദേശീയഗാനം വായിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഈ വീഡിയോ UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നന്ദി എന്നെഴുതി സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തു. UAEയിലെ ഇന്ത്യൻ എംബസിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു.
ഐക്യദാർഢ്യ പ്രഖ്യാപനമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തണമെന്ന UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഹ്വാനവും പ്രവാസികൾ അടക്കമുള്ളവർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. ലോകമെങ്ങു നിന്നുമുള്ളവർക്ക് അഭയവും ഉപജീവനമാർഗവും നൽകുന്ന പൗരന്മാർക്കൊപ്പം പ്രവാസികളെയും ചേർത്ത് നിർത്തിയ പാരമ്പര്യവും ചരിത്രവുമാണ് UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾക്കുള്ളത്. രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഊഷ്മളതയുള്ള ആ കരുതൽ ഇനിയും തുടരുക തന്നെ ചെയ്യും. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. IPL-ൽ സഞ്ജു സാംസന്റെ തകർപ്പൻ സെഞ്ചുറിയിൽ ഡൽഹിക്കെതിരെ ചെന്നൈക്ക് ജയം. 23 റൺസിനാണ് ഡൽഹിയെ തോൽപ്പിച്ചത്. ചെപ്പോക്കിൽ 26 പന്തിൽ 50 തികച്ച താരം 52 പന്തിലാണ് സെഞ്ചുറി നേടിയത്. ഇന്ന് IPL-ൽ ആദ്യ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 3:30-ക്കാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് ലക്നൗ, 7-ാം സ്ഥാനത്ത് ഗുജറാത്ത്. രാത്രി 7:30-ക്ക് നടക്കുന്ന 2-ാം മത്സരത്തിൽ 8-ാം സ്ഥാനത്തുള്ള മുംബൈ 3-ാം സ്ഥാനത്തുള്ള ബംഗളൂരുവിനെ നേരിടും.